ഏസറിൻ്റെ Acer 1.8 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Acer 1.8 എന്ന ടാബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൽ അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 8.7 ഇഞ്ചിൻ്റെ wuxga+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1340x800 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് മാത്രം മികച്ചൊരു റെസൊല്യൂഷനൊന്നും ഇതിൽ വരുന്നില്ല. ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള റെസൊല്യൂഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 350 നിറ്റ്സ് ആണ്. ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്രയേ ഉള്ളൂ. ടാബ് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 345 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.1 mm ആണ്. ഈ ഒരു ടാബിൻ്റെ ഒരു ഗ്രേ കളർ വേരിയൻ്റാണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ MT8768 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ അത്രേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ സിമ്മിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടാബിൽ 4G സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 3GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4 റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 12 സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 13,000 രൂപ പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് തന്നെ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അവർക്ക് കൊടുക്കായിരുന്നു. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ടാബിൻ്റെ പിന്നിൽ 8 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 2 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5100 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ടാബുകളുടെ കാര്യത്തിൽ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. Type C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഒരിക്കലും മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ, അങ്ങനെ ഭയങ്കര നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് അധികം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തി എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 3GB റാം വെർഷൻ്റെ വില വരുന്നത് 12,990 രൂപയാണ്. 4GB റാം വെർഷൻ്റെ വില ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Acer 1.8 എന്ന ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ളൊരു ടാബ് അത്രേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാളൊക്കെ ബെറ്റർ റിയൽമി പാഡ് മിനി പോലുള്ള ടാബ്ലറ്റുകളൊക്കെ എടുക്കുന്നതായിരിക്കും. അതാണെങ്കിൽ വില കുറവുമാണ്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും UniSoC T616 പ്രോസസ്സറൊക്കെ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആ ഒരു ടാബൊക്കെ എടുക്കുന്നതായിരിക്കും. ഈ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.